വിഷു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഷോപ്പിങ്ങും വിഷുക്കണിയും വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ഒരു 5 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ നാട്ടിലൊരു വിഷു ആദ്യമായിട്ട് ആഘോഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വിഷു എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം ഫസ്റ്റിനെ നമ്മൾ ഷോപ്പിങ്ങിലാണ് വന്നത്. കുറച്ച് റിലേറ്റീവ്സിനും കാര്യങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. കാലിക്കറ്റിലുള്ള ഫാഷൻ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്ക് ആയിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു കൂടെ, ഏട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പേർക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ തുണി ഷോപ്പിലും ഈ വിഷുവിൻ്റെ ടൈം ആകുമ്പോൾ ഭയങ്കര തിരക്ക് കാര്യങ്ങളാണ് കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോപ്പാണ്. നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഒക്കെ ഈ ഒരു ഷോപ്പിൽ കയറാറുണ്ട് കേട്ടോ. ഈ ഷർട്ടിന് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു കേട്ടോ. 2 500 അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ഓണക്കോടി ഉണ്ടായിരുന്നു. അത് ഓണത്തിന് നമ്മൾ ഓൺലൈൻ വഴി ഉത്തരാഖണ്ഡിലൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ അത് കിട്ടിയപ്പോൾ ലേറ്റായി. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് കേട്ടോ ഓണത്തിന് വിഷുവിന്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് അമ്മ ഹോട്ടലിലേക്കാണ് കേട്ടോ. ഞാൻ കാലിക്കറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി മാത്രമല്ല കേട്ടോ കഴിക്കാൻ ഇഷ്ടം, കുറച്ച് നല്ല നാടൻ ഊണും കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് നല്ല ചോറും മീൻ പൊരിച്ചതൊക്കെ കഴിച്ചിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആ ഒരു ഫുഡ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ പിറ്റേന്ന് അതായത് ചെറിയ വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്കായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കണി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനായിരുന്നു കേട്ടോ ഇറങ്ങിയത്. ഭയങ്കര തിരക്കായിരുന്നു. പാളയം ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പാളയം മാർക്കറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ആ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഈ ഫ്ലവർ ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്കിഷ്ടമാണ് ഈ ഫ്ലവർ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൂക്കൾക്ക് കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ നല്ല രസമാണ്. നമുക്ക് തന്നെ കുറേ കാലത്തിന് ശേഷം ഇതൊക്കെ ഇത്രയും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കണി വയ്ക്കാനായിട്ടുള്ള. പാളയം മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. നല്ല രസമാണ് എനിക്കിതുപോലുള്ള ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ തിരക്കുകൾക്കിടയിലൂടെ പോയിട്ടുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാനും പറ്റും. പക്ഷെ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഈ വിഷുവിൻ്റെ തലേന്ന് പുറത്തേക്ക് ഇറങ്ങാനും ഓണത്തിൻ്റെ ഉത്രാടപ്പാച്ചിലിന് പുറത്തേക്ക് ഇറങ്ങാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു പ്രത്യേക വൈബായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ കുറേ കാലത്തിന് ശേഷം ഇതൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ ഒരു പുതിയ അനുഭവം പോലെയാണ് കേട്ടോ ഞാനിതൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇതുപോലെ തന്നെ ആവണം എന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി കേട്ടോ. കുറച്ച് നമ്മൾ കോഴിക്കോട് അധികവും നോൺ വെജ് ആണ് വിഷുവിനൊക്കെ വയ്ക്കുക. ചില ആൾക്കാർ അയ്യോ എന്താ അങ്ങനെയെന്ന് ചോദിക്കും. എന്നാലും ഇവിടെ അങ്ങനെയൊക്കെയാണ്. ചിലപ്പം ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും ഫിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കും. സദ്യ വെക്കാറുണ്ട് കേട്ടോ നമ്മൾ. പക്ഷേ അധികവും വീട്ടിലും നോൺ വെജ് ഐറ്റംസൊക്കെ തന്നെയാണ് വിഷു ഓണം അതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ വയ്ക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളായിരുന്നു. ഒരുപാട് മേടിച്ചാൽ നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാ ഐറ്റവും കുറേശ്ശെ എടുത്തു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോഴും. നമ്മൾ പോകുമ്പോൾ ഉള്ളതിനേക്കാളും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി വെച്ചുകൊണ്ട് തന്നെ ഓട്ടോയ്ക്കൊന്നും പോകാൻ അത്ര വലിയ സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് കാലിക്കറ്റ് മെട്രോ വരേണ്ട സമയം കൂടെ അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ കാണുന്ന പോലെ അത്രയും ആൾക്കാരും കടകളും വാഹനങ്ങളും ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ അതിനുശേഷം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രോസറി ഷോപ്പിലാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഗ്രോസറിയൊക്കെ മേടിച്ചു. പിന്നെ പടക്കം വാങ്ങാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ ചെറിയ വിഷുവിൻ്റെ അന്നാണ് കേട്ടോ പടക്കങ്ങളൊക്കെ മേടിക്കുന്നത്. നമുക്ക് അപ്പോഴായിരുന്നു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഒരുപാട് പടക്കങ്ങളുണ്ടായിരുന്നു കേട്ടോ. പുതിയ പുതിയ മോഡൽ എന്തൊക്കെയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഉള്ളതുണ്ടായിരുന്നു, മുതിർന്നവർക്ക് ഉള്ളതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കമ്പിത്തിരി പോലുള്ള ഐറ്റംസ് ആട്ടോ. എനിക്ക് ആ പൊട്ടുന്ന സൗണ്ട് ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടം ഇതുപോലുള്ള കുട്ടികളൊക്കെ യൂസ് ചെയ്യണ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ പിടിക്കാനും അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് കുറേ കാലമായി. ഓൾമോസ്റ്റ് ഒരു 5 years ആയിട്ടുണ്ടാവും. നമ്മുടെ അവിടെ ദീപാവലി വരുമ്പം ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് കളിക്കുന്ന ഒരു ഫീൽ അത് വേറെ തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ഇതൊക്കെ അടിപൊളിയാക്കാണ് കേട്ടോ. അപ്പം ചെറിയ വിഷുവിന് അന്ന് നമ്മൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു.
ഈ ഒരു സംഭവമല്ലേ, ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. ഇതിന് ഉള്ളുന്നൊരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ സൗണ്ട് മ്യൂട്ടാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് ഭയങ്കര ആംബുലൻസിൻ്റെ ഒരു സൗണ്ട് പോലെ ഇരുന്നു കേട്ടോ അത് കത്തുമ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുള്ള കുറേ വെറൈറ്റി പടക്കങ്ങളൊക്കെ നമ്മളവിടെ കത്തിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. നല്ല രസമാണ് ഇതുപോലുള്ള ഐറ്റംസൊക്കെ കത്തിക്കുന്നതൊക്കെ കാണാനായിട്ട്. എനിക്ക് പക്ഷേ ഇതൊന്നും കത്തിക്കുന്നത് പേഴ്സണലി അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവർ കത്തിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലുള്ള റിസ്കി ഷോട്ട്സ് ഒന്നും ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇതുപോലെയുള്ള നിലച്ചക്രമില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് ലാസ്റ്റ് ചിലതൊക്കെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുമാണ് ഇത് ലാസ്റ്റ് കഴിയാനാവുമ്പോൾ ഇതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ. പിന്നെ ഇതുപോലെയുള്ള പൂത്തിരി ഐറ്റംസ് ഇല്ലേ, അതും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. മനുവേട്ടനും എനിക്ക് തോന്നുന്നു ഒരു 5 years ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയായിരിക്കും ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവുക. എന്താ വെച്ചാൽ നമ്മുടെ കല്യാണത്തിന് ശേഷം നമ്മൾ വിഷുവിനൊന്നും വന്നിട്ടേ ഉണ്ടായിരുന്നില്ല നാട്ടിലോട്ട്. അങ്ങനെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് പുലർച്ചെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ കണി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു കണി സംഭവമൊന്നുമല്ല, അമ്മയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൽ കേട്ടോ കണി. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കണിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട്. എനിക്ക് കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളത് ആദ്യം പുറത്ത് ഉമ്മരത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഹാളിലേക്ക് മാറ്റി വെക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടത്തേക്ക് ഒരു ആചാര രീതി. പിന്നെ ഇതായിരുന്നു കേട്ടോ ഞങ്ങളെ ഒരു അറ്റയർ. ഇത് ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും ഒന്നും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അറ്റയർ ഇതായിരുന്നു. ഹസ്ബൻഡിന് ഒരു ഗ്രീൻ കളർ ഷർട്ടും മോനും ഉണ്ടായിരുന്നു ഗ്രീൻ കളർ. പക്ഷെ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും അത്ര നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ് കേട്ടോ എല്ലാവരും ഈ ഒരു പടക്കം പൊട്ടിക്കുക. അപ്പോൾ എല്ലാവരും ഒരു 12:30 എപ്പോഴാണോ ഫുഡ് കഴിക്കുന്നത് ആ ഒരു ടൈമിൽ പൊട്ടിക്കും. പിന്നെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡ്. ചെറിയ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയും ചോറും അങ്ങനെ ഉപ്പേരിയും. അങ്ങനെ നമ്മളെ കാലിക്കറ്റ് ഭാഗത്തൊക്കെ അധികം ഇങ്ങനെയാണ് കേട്ടോ. ചില ആൾക്കാർ ബിരിയാണി ഉണ്ടാക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ബീച്ചിലേക്ക് പോയിട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിഷുവിൻ്റെ അന്ന് ഫുഡ് എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പോയതാണ് ഈ ഒരു ബീച്ചിൽ. അങ്ങനെ ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കത്തിക്കുന്നതാണ് കേട്ടോ. കുറച്ച് പൂത്തിരി സംഭവങ്ങളൊക്കെ കത്തിച്ചു. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെറിയ വിഷു കാഴ്ചകൾ. അങ്ങനെ വലിയ ഗംഭീരമായിട്ടുള്ള വിഷു ഒന്നും ഇല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിഷുവൊക്കെ ആഘോഷിക്കാൻ പറ്റി കേട്ടോ.